എല്ലാ ദിവസത്തെയും പോലെ നമ്മൾ ഇന്നും ഒത്തിരി സന്തോഷത്തിലാണ്. കാരണം നമ്മുടെ പ്രേക്ഷകരും കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരും ഒക്കെ ഒരുപാട് കേൾക്കാൻ കൊതിച്ച നല്ല നല്ല പാട്ടുകളുമായിട്ട് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. പാട്ടും വിശേഷങ്ങളും ഒക്കെ നമ്മൾ വഴിയെ അറിയാൻ പോകുന്നു. അതിനു മുന്നേ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. It is time for celebration. സിദ്ധു കുട്ടിയത്താണ് സെലിബ്രേഷൻ ഉള്ള ഒരു സ്പെഷ്യൽ സിദ്ധിയുമായിട്ട്. ലെറ്റ്സ് വെൽക്കം സിദ്ധലക്ഷ്മി. സിദ്ധലക്ഷ്മി. ഹായ് ബേബി. ഈ ഓർണമെന്റ്സ് കണ്ടോ? ഈ ഓർണമെന്റ്സ് കൊള്ളാലോ. അതെ, നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ആദ്യമായിട്ടാ സിദ്ധു കുട്ടി ഇങ്ങനെയാണ് ഒരുങ്ങിയിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ടോപ്പാണെങ്കിൽ മൊത്തം സ്വർണ്ണോ വെള്ളിയോ? സ്വർണ്ണമാണ്. വെള്ളിക്ക് വില കൂടി ഇപ്പോ. അതെ, വെള്ളി കൂടി. യെസ്, കൂടി നിൽക്കുന്ന സ്വർണ്ണ ആയതുകൊണ്ട് അതെ അതായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഇന്ന് പാട്ട്? കോടമഞ്ഞ്. ഓഹോ, പിന്നെ താഴ്വരയിൽ. ഓഹോ, പോരട്ടെ ഡീറ്റെയിൽസ്. ഫിലിം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ഇയർ 2000, ലിറിക്സ് കൈതപ്രം സാർ, മ്യൂസിക് ഇളയരാജ സാർ, സിംഗർ യേശുദാസ് സാർ ആൻഡ് ചിത്രമ്മ. ഓ, രണ്ടുപേരും കൂടി ഒരുമിച്ച് പാടിയ പാട്ടാണ് പാടാൻ പോകുന്നത്. യേശുദാസ് സാർ ആൻഡ് ചിത്രം. പിന്നെ എന്റെ ചെറിയമ്മ വന്നിട്ടുണ്ട്. ഞാൻ ചെറിയമ്മമാരെ വിളിക്കുക കുക്കു കുമ്പു എന്നാണ്. കുക്കു കുമ്പു. ആരാണ് കുമ്പു? ചേച്ചി. കുക്കു. ഇത് ഓക്കെ. അതെന്താ അങ്ങനെ ഒരു പേര് വരാൻ കാരണം? അത് ഞാൻ ചെറുപ്പത്തിൽ വിളിച്ചത്. കാ മാത്രം പറയാൻ അറിയുന്ന പ്രായത്തെ വിളിച്ചു തുടങ്ങിയതാണ്. അങ്ങനെയാ. അയ്യോ, ഡോലു പോലും എന്നൊക്കെ പറയുന്ന ഡോലു പോലും എന്ന് പറയുന്ന പോലെ. ശരിക്കും പേരെന്താ? എന്റെ പേര് ഭാവന. ഭാവന. അമൃത. അമൃത. അപ്പൊ സിദ്ധുക്കുട്ടി നന്നായി പാടണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പൊന്നണി
അരെ ഗൗതം कैसे हो? പാർവണക്കുട്ടി കലക്കി കലക്കി. अरे मधु बोलो. ബോലൂങ്കാ മേ ബോലൂങ്കാ ബോലൂങ്കാ. ഓക്കേ. സിദ്ധുക്കുട്ടി നല്ല സെലക്ഷൻ, ബ്യൂട്ടിഫുൾ സെലക്ഷൻ. താങ്ക് ഈ യു. പാട്ട് ചിത്രാമ്മയും ഞാനും സ്റ്റേജിൽ പാടാറുണ്ട് പലപ്പോഴും. ചിത്രമ്മയുടെ കൂടെ ഇടയ്ക്ക് പ്രോഗ്രാമിന് പോകാറുണ്ട് മധുവങ്ങള്. അപ്പോൾ ഈ പാട്ട് പാടാറുണ്ട്. അപ്പോൾ ഒരു വല്ലാത്തൊരു നല്ലൊരു എന്താ പറയുക പ്രത്യേകത എന്ന് പറഞ്ഞൊരു പാട്ട്. നല്ല രസം. അതിൻ്റെ കോറസും അതിൻ്റെ ഹമ്മിങ്സും അതിൽ രാജസാറ് കൊടുത്തിട്ടുള്ള ചില എന്താ പറയുക ചില സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓടമഞ്ഞിൻ താഴ്വരയിൽ ഒക്കെ അല്ലേ? അതെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് മെയിൻ ഒരു ശത്രുവുണ്ട്. ശത്രുദോഷം കാണുന്നു. ആരാ ശത്രു? ശ്രുതി. യെസ്, അതാണ് ഒരു ശത്രുവായിട്ട് ഇന്ന് മെയിനായിട്ട് നിൽക്കുന്ന ആള് ശ്രുതി. പിന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്തിരിക്കണു. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നാലും അവിടെയൊക്കെ ഒന്നൊരു സ്റ്റഡി അല്ലാത്ത പോലെ വോയിസ്, അങ്ങനെ ഒരു പ്രത്യേകത നാം കണ്ടുപിടിച്ചിരിക്കണു. അപ്പോൾ എനിക്ക് തോന്നിയത് പ്രണയനില കിളിവാതിൽ കുറച്ചും കൂടി ഒന്ന് ഒരു റൊമാൻസ് അതിൽ വേണം. അതെനിക്ക് മിസ് ചെയ്തു കേട്ടോ. ചില സ്ഥലങ്ങളിങ്ങനെ ചുമ്മാ പാടിപ്പോയി എന്ന് എനിക്ക് തോന്നി. ചില സ്ഥലങ്ങളിൽ ആ ഒരു റൊമാൻസ് ആ ഫീല് കൊടുത്ത് പാടണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ പ്രണയനില കേൾക്കട്ടെ. പ്രണയനില കിളിവാതിൽ, പ്രണയനില കിളിവാതിൽ. ഇത് പാടുമ്പോ മുഖം ഇങ്ങനെ പ്രണയനില എന്ന് വെച്ചാ അതിന്റെ ഫീൽ പോവും. മുഖം ചിരിച്ചുകൊണ്ട് ഒന്ന് പാടിയിരിക്കുന്നത് പ്രണയനില കുറച്ചും കൂടി ഫീൽ കൊടുത്ത് പ്രണയൊക്കെ കുറച്ച് ഹസ്കി ആയിട്ട് പ്രണയനില കിളിവാതിൽ പ്രണയനില അങ്ങനെ ഇറങ്ങി ആ മോഡുലേഷൻ കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. പ്രണയനില കിളിവാതിൽ. ബെറ്റർ. യെസ്, അത് അങ്ങനെ അതൊന്ന് ശ്രദ്ധിക്കണം. തുണ്ടുപല്ലവിയിൽ വന്ന് പ്രണയനില. ഈ പ്രണയനില പല സ്ഥലങ്ങളിലും പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അനുപല്ലവിയിൽ വന്ന പ്രണയനില വലിയ കുഴപ്പമില്ലാണ്ട് പോയി. അനുപല്ലവിയിൽ വന്നത്, അതിന് ശേഷം വന്ന തുണ്ടുപല്ലവിയിൽ പ്രശ്നം വന്നു. പിന്നെ ആദ്യ സമാഗമമായി തുടങ്ങിയില്ലേ, അതും ശ്രുതിയിലല്ലായിരുന്നു. അത് മനസ്സിലായായിരുന്നു? അതെനിക്ക് മനസ്സിലായി, മുഖത്ത് അത് ഉണ്ടായിരുന്നു കണ്ടപ്പോ. പിന്നെ വെറുതെ പിണങ്ങും വേളയിൽ താര, അവിടെ അനുപല്ലവിയിലെ പൂങ്കവിൾ പ്ലെയിൻ ആണെങ്കിൽ ഇവിടെ താരന്നുണ്ട് അല്ലേ? അതും കറക്റ്റ് ഒന്ന് ശരിയാക്കണം എന്ന് എനിക്ക് തോന്നി. ബാക്കി ഭാഗങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് വേണ്ടത് കുറച്ചും കൂടി ഫീൽ വേണം എന്ന് തോന്നി. ആ ഒരു റൊമാൻസ്, ഇങ്ങനെ റൊമാൻസ്, ആ ഒരു എന്താ പറയാ, ആ ഒരു ആർദ്രത പാടുമ്പോൾ. അപ്പൊ അങ്ങനെ പാടാൻ പറ്റുമോ? ഒന്ന് പല്ലവി മാത്രം കേക്കട്ടെ. ചിരിച്ചോണ്ട് രാത്രി മുല്ല പോകുമ്പോൾ പ്രണയനില കിളിവാതിൽ, പ്രണയനില കിളിവാതിൽ പാതി തുറന്നതാരാണ്, ഒരു നൂറിഷ്ടം കാതിൽ ചെന്നതാരാണ്. കൊടുമഞ്ഞിൻ താഴ്വരയിൽ രാക്കടമ്പ് പോകുമ്പോൾ രാത്രി മുല്ല പോകുമ്പോൾ. യെസ്, അപ്പൊ ഇപ്പൊ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാം. ആര് വിചാരിച്ചാൽ? സിദ്ധുക്കുട്ടി വിചാരിച്ചാൽ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. अरे बुलबुल चाचा आप भी बोलो, ये लड़की अच्छा गाना गा रही है, बोलो. പറഞ്ഞു സിദ്ധുകുട്ടി ഇങ്ങോട്ട് പോരെ, കുറച്ച് സീക്രട്ട് പറയാനുണ്ട്. ഈ പാട്ടെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു സീക്രട്ട് അങ്ങ് പറഞ്ഞുതരാം. പറയട്ടെ? നമുക്ക് ആ വാതിൽ തുറക്കാം. സീക്രട്ടിന്റെ വാതിൽ തുറക്കാം. അവിടെ നമ്മൾ കാണുന്ന ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ആ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സായ്ക്ക് ഷഡ്ജം എന്ന് പറഞ്ഞൊരു പേരുണ്ട് ഇല്ലേ? ഈ ഷഡ്ജം എന്ന് പറയുന്ന വാക്ക് എങ്ങനെ വരുന്നു എന്നുള്ള, ഷട്ട് എന്ന് പറഞ്ഞാൽ 6, ജം എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുന്ന. 6 മക്കളെ ജനിപ്പിക്കുന്ന അച്ഛനാണ് ആര്? ഷഡ്ജം. ഏതാണ് ഈ 6 മക്കൾ? രി ഗ മ പ ദ നി. 6 സ്വരങ്ങൾ. ആ 6 സ്വരങ്ങളെ ജനിപ്പിക്കുന്ന അച്ഛൻ
ഷഡ്ജമായതുകൊണ്ട് അതിനെ ആധാര ഷഡ്ജം എന്ന് പറയും. മനസ്സിലായോ? ഇത്രയാണ് ഷഡ്ജത്തിനെ പറ്റി പറയാൻ. അപ്പം ഞാൻ പറഞ്ഞു സാ എപ്പോഴും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോഴാണ് നമുക്ക് ശ്രുതി കറക്റ്റായിട്ട് ചേരുന്നത്. എത്ര കൂടുതൽ നമ്മൾ ആ ഷഡ്ജത്തിനെ നമ്മൾ സ്നേഹിക്കുന്നോ അത്രയും ശ്രുതി ചേർന്ന് വരും ഇല്ലേ? ഈ പാട്ടിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ഷഡ്ജമായിട്ട് കാണണം, 2 സാ ആയിട്ട് കാണണം. ആദ്യത്തെ സാ എന്ന് പറയണത് സ സരേ മദ മരേ ദ സാ സാ. പഠിക്കേ സാ സാ താനനന്ന താനനന താനനന്ന പാപ 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 പാപ. പഠിക്കേ. കോടമഞ്ഞിൻ താഴ്വരയിൽ രാക്കടമ്പ് പൂക്കുമ്പോൾ. ഓക്കെ, ഇവിടെ സാ ഏതാ? സാ സാ. പഠിക്കേ. ഇതാണ് ഇവിടുത്തെ സാ. ഇനി അനുപല്ലയിൽ പോകുമ്പോ ഈ സാ മാറും. എങ്ങനെ പറഞ്ഞാ സരി മാ. ഈ മാ എന്നുള്ളതിനെ സാ ആയിട്ടാണ്. സാ ഗപരി ഗസരി ദസ സാ. അത് മറ്റേ ശ്രുതിയിലാണെങ്കിൽ ദസപദ മപരി മമ. അങ്ങനെ നമ്മൾ കരുതി കഴിഞ്ഞാൽ ഈ ദസപദ മപരിമ എന്ന് നമ്മൾ കണ്ടാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ എന്ത് കാണണം? ഗപരി ഗസരി ദസ സാ. ആദ്യ സമാഗമമായി. പൊളിച്ച്. യെസ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ സാ ഏതാണ്? സാ. രണ്ടാമത്തെ സാ ഏതാണ്? സാ. പിന്നെ തിരിച്ച് കോടമഞ്ഞിൻ നാന. അത് പിന്നെ കുറച്ചും കൂടെ കൂളും ചില്ലും ആക്കാം. കോടമഞ്ഞിൻ താഴ്വരയിൽ. ഇങ്ങനെ പാടിയ രസമല്ലേ? ഏ കോടമഞ്ഞിൻ താഴ്വരയിൽ എന്ന് അങ്ങനെ പാടിക്കേ. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പാട്ട് സൂപ്പർ ആയിരിക്കും സിദ്ധു പാടുന്നത്. അപ്പൊ 2 സാ നമുക്കുണ്ട്. ഷഡ്ജം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഇനി ഈ പാട്ട് പാടുമ്പോൾ ഇതൊക്കെ ഓർത്ത് പാടിക്കഴിഞ്ഞാൽ കൃത്യമായിരിക്കും. നമുക്ക് അനുപല്ലവിയിൽ ആ സ്വരം കിട്ടാണ്ട് വരില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സിദ്ധു ബേബി, അപ്പൊ ഇന്ന് എന്ത് പഠിച്ചു? ശ്രദ്ധിക്കണം. ഓക്കെ, കോൺഫിഡൻസ് വേണം. അതായത് പേടിക്കാതെ പാടണമെന്ന് പഠിച്ചു അല്ലേ? എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പേടിക്കാതെ മൈക്ക് അടുത്ത് വെച്ച് കോൺഫിഡൻസോടുകൂടെ പാടിക്കഴിഞ്ഞാൽ തന്നെ കുറേ പ്രോബ്ലംസ് സെറ്റ് ആവും. ഓക്കെ, ചിരിച്ചോണ്ട് പാടണം. ആ പാട്ട് എൻജോയ് ചെയ്യണം. പാട്ട് എൻജോയ് ചെയ്ത് പാടിക്കഴിഞ്ഞാൽ തന്നെ അടിപൊളിയാവും. ചെറിയൊരു സജഷൻ സിദ്ധുക്കുട്ടി എപ്പോഴും പറയുന്നതാണ്, ക്യാമറയിൽ നോക്കി പാടണം കേട്ടോ. നമ്മൾ ഇവിടുന്ന് എഴുതുവാണോ നമ്മൾ ചിരിക്കുവാണോ അതൊന്നും മൈൻഡ് ചെയ്യരുത്. നമ്മളും കൂടെ എൻജോയ് ചെയ്യാൻ വന്നതാണ്. അപ്പം ആ ഒരു സ്പിരിറ്റിൽ നല്ല എൻജോയ് ചെയ്തിട്ട് വേണം സിദ്ധുക്കുട്ടി പാടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചാൽ മതിയേ. പൊന്നാണേ, അടിപൊളിയാണേ, നല്ലോണം പാടുന്നുണ്ടേ. ഓക്കെ, നെക്സ്റ്റ് ടൈം നന്നായി പാടും. ഓക്കെ, മിടുക്കി. അപ്പൊ ഇന്ന് നമ്മുടെ സിദ്ധുക്കുട്ടിക്ക് ഒത്തിരി സംഗീതത്തിന്റെ സിദ്ധിയുള്ള സിദ്ധുക്കുട്ടിക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 96 on 100. സിദ്ധുക്കുട്ടാ, ഓൾ ദി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം വരുമ്പോ കുറച്ചുകൂടെയൊക്കെ നല്ലോണം മിണ്ടി ഇച്ചിരി ശ്വാസമൊക്കെ ഒന്ന് വലിച്ചു വിട്ടിട്ട് വരണം കേട്ടോ. ഇനി കുറെ നേരമായിട്ട് ഇവിടെ നിന്ന് ശ്വാസം മുട്ട. ഇവള് എന്തെങ്കിലും കുഴപ്പമാവോ തുറന്നിട്ട് അത്ര പേടിക്കണ്ട കേട്ടോ. കുക്കുനും പിന്നെ ആരായിരുന്നു? കുമ്പു. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, അപ്പൊ ബൈ. ഇനി ആര്യ ചേച്ചിയുടെ വളരെ അടുത്ത ഒരാള് വരാൻ പോവാണ്. ആര്യ ചേച്ചിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് വരുന്നത്. ഒരു കുഞ്ഞൂസ് കുട്ടൂസ്. അതെ, ഒരു കുഞ്ഞൂസ് കുട്ടൂസ് ബന്ധമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ചേച്ചിയുടെ കുട്ടൂസ് ആണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം റുജ്വൽ ഓൺ സ്റ്റേജ്. ശരിക്കും പറഞ്ഞാൽ ദിവ്യ എന്നെ ഞാൻ ദിവ്യ വിളിക്കുന്ന പേരാണ് സത്യം. കുഞ്ഞൂസും കുട്ടൂസോ ആണോ? അയ്യോ, ഞാൻ എന്റെ ഉദ്ദേശമല്ല കേട്ടോ. ഹായ് ബേബി. വലിയ ചെറുക്കനായിട്ടാണല്ലോ വലിയൊരു മനുഷ്യനായിട്ടാണല്ലോ. ഇവിടുത്തെ ഒരു മനുഷ്യൻ ഭയങ്കര സുന്ദരനാ. അതെ അതെ അതെ. താങ്ക് യു. എങ്ങനെയുണ്ട് ക്രിക്കറ്റ് കളിയൊക്കെ? ക്രിക്കറ്റ് കളിയൊക്കെ നല്ല രീതിയിൽ പോന്നു. ഗുഡ് ബോയ്. സിക്സ് അടിക്കാറുണ്ടോ? പിന്നെ എന്തൊക്കെയാണ് വിശേഷം നാട്ടില്? നാട്ടില് ന്യൂ ഇയറിനൊക്കെ പോയി. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ആദരവൊക്കെ തന്നു. ആദരവൊക്കെ തന്നു.
പിന്നെ കുട്ടൂസ് അന്ന് ബേക്കൽ ഫോർട്ട് വന്നിട്ടുണ്ടായില്ലേ പാടാൻ, ആ ഞാൻ പിറ്റേ ദിവസം അറിയുന്നത്രേ, അറിഞ്ഞിട്ടില്ല. അറ്റോ അജയ് സാറിനെയും കുട്ടൂസിനെയും നല്ലോണം മിസ് ചെയ്തിന്. ന്യൂ ഇയറിന് ഉണ്ടായിട്ടില്ലല്ലോ. എടാ ഇന്ന് ഇത്രയും പേര് പാടിയിട്ട് ആദ്യമായിട്ട് എന്റെ അടുത്ത് എന്നെ മിസ് ചെയ്തു എന്ന് ഒരാൾ പറഞ്ഞു. ഒരാള് പറയുന്നത് എന്റെ മക്കളെ പോലും മിസ് ചെയ്തില്ല. ബുൾബുൾ ചാച്ച നോ ഡോണ്ട് ഡു അതെ, ദാറ്റ്, അതെ, നോ നോ ഡോണ്ട് ഡു അജയ് സാറ് ഷൂട്ടിന് ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ കുട്ടൂസും. ആ ഞാനും. റിജ്വൽ കുട്ടൻസ് എന്തോ ഇന്ന് ഏതാണ് പാട്ട്? വേളിക്ക് വെളുപ്പാങ്കലം. ഓ കൊള്ളാലോ. ഡീറ്റെയിൽസ് പറയട്ടെ. സിനിമ കളിയാട്ടം, ഇയർ 1997, മ്യൂസിക് ആൻഡ് ലിറിക്സ് കൈതപ്രം സാറ്, പാടിയത് യേശുദാസ് സാറ്. യെസ്, വെരി ഗുഡ്, കിടിലൻ പാട്ടാണേ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സിന്ദൂരത്തിനു മൂവന്തി കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം, മനം പോലെ മംഗല്യം. വേളിക്ക് വെളുപ്പാങ്കാലം താലിക്കു കുരുത്തോല കോടിക്ക് കന്നിനിലാവ് ദൂരത്തിനു മൂവന്തി കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം, മനം പോലെ മംഗല്യം. നൂറു വിറ്റില നൂറു തേച്ചു വായാടി തത്തമ്മേ പഴുക്കടിക്കത്തോണു മെനഞ്ഞോ മലയണ്ണാർ കണ്ണ. നൂറു വെറ്റില നൂറു തേച്ചു വായാടി തത്തമ്മേ പഴുക്കടിക്കത്തോണു മെനഞ്ഞോ മലയണ്ണാർ കണ്ണ. ഓലക്കുട കയ്യിലെടുത്തു വെളുത്ത വാവേ, ഓ ഓ ഓ. ഓലക്കുട കയ്യിലെടുത്തു വെളുത്ത വാവേ, കീഴിമലയുടെ നാലു കെട്ടിൽ കൊടിവെപ്പിനു വായോ കല്യാണത്തുമ്പി അക്കാലത്തുമ്പി. വേളിക്ക് വെളുപ്പാങ്കാലം താലിക്കു കുരുത്തോല കോടിക്ക് കന്നിനിലാവ് സിന്ദൂരത്തിനു മൂവന്തി. ആലവട്ടം വീശിയില്ലേ പനയോല കരുമാടി
നൈസ് മോനെ, Nice. നൈസ് നൈസ് നൈസ്. താങ്ക് യു. ക്യാപ്റ്റൻ, യെസ് ഈ ട്യൂണിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിങ്ങനെ ലിങ്കർ ചെയ്തോണ്ട് അതെ അതെ. യെസ് ഇത് നമ്മൾ വീട്ടിൽ പോകുമ്പോഴും ഇത് തന്നെ ഉണ്ടാവും. അതെ തലയിൽ അത് എന്തുകൊണ്ടാണ് ഇന്ന് ലിങ്കർ ചെയ്യുന്നത്? നമ്മുടെ റിജ്വൽ കുട്ടൻ ഉജ്ജ്വലനായിട്ട് പാടിയോണ്ടാണ്. താങ്ക് യു. അല്ലേടാ കണ്ണാ? 3 ഗ്ലും വന്നില്ലേ? അതെ 3 ഗ്ലൂംസ്. 3 സ്ഥലത്തായിട്ട് ഗ്ലൂംസ് വന്ന്. വെള്ളം കുടിക്കാറുണ്ടോ? എപ്പോഴും കുടിക്കും. ഇപ്പൊ വെള്ളം കുടിക്കാത്തോണ്ടല്ല, ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ചെറിയൊരു സംശയം ഉണ്ടേ. എനിക്കൊരു സംശയമുണ്ട്. ശ്വാസത്തിന്റെ പ്രശ്നം. ശ്വാസത്തിന്റെ പ്രശ്നമോ? എന്ത് ആ പറ്റി ശ്വാസത്തിന്റെ ശ്വാസത്തിന്? പ്രശ്നം ഉണ്ടായത് പേടികൊണ്ടാന്ന് എനിക്ക് തോന്നണേ. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. മുഖത്ത് ടെൻഷൻ ഉണ്ടായിരുന്നോ? ഞങ്ങൾ സാധാരണ കാണുന്ന റിജ്വൽ കുട്ടനല്ലായിരുന്നു ഇന്ന്. പക്ഷെ മധു വെളുത്ത വാവേന്ന് പാടി. അതൊക്കെ കലക്കി. ആ, ഇതിങ്ങനെയാണ് ഇങ്ങനെ അതെ 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 അതെ. ഗ്രൂമേഴ്സ് നല്ലോണം പറഞ്ഞിരുന്നുണ്ട്. വിനയ വിനയ. അതെ. എല്ലാം സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്, സത്യസന്ധാണ് Yes, yes, പറയുന്ന yes. ഓരോ വാക്കും. ആ വെളുത്ത വാവേ ഒന്നുകൂടെ പാടി കേൾപ്പിക്കാം. ഓലക്കുട കയ്യിലെടുത്തു വെളുത്തവാവേ. ഓ ആഹാ. ഓലക്കുട കയ്യിലെടുത്തു വെളുത്തവാവേ. ഏഴിമലയുടെ 4 കെട്ടിൽ കൊടിവെപ്പിനു വായോ കല്യാണത്തുമ്പി. ഇങ്ങനെ വെളുത്ത വാവ് ഇങ്ങനെ ഇവിടെ മൊത്തം ഇങ്ങനെ നിറയണ പോലെ ഉണ്ടത്. അടുത്ത ഭാഗത്തും കിഴക്കിനി പടവിൽ പടവിൽ. അല്ലേ? അതെ. അത് സൂപ്പറായിരുന്നേ. അതിന് കൈ കൊടുക്കണം. യെസ്. താങ്ക് യു. പിന്നെ ആദ്യം ആദ്യത്തെ ഹമ്മിങ് ഇല്ലേ, അതിങ്ങനെ പാടി പാടി വരുമ്പോഴത്തേക്കും മോനതൊരു ഇമ്പോസിഷൻ ആയിട്ട് മാറുന്നുണ്ട്. കുറെ പ്രാവശ്യം ഉണ്ടല്ലോ. എത്ര പ്രാവശ്യം ഉണ്ടത് അറിയില്ല. അറിയില്ല. ഇത് നമ്മുടെ ദ്യുതിക്കുട്ടിയുടെ കൂടെ കൂടിയിട്ട് കൂടിയിട്ട് ഒന്നും മിണ്ടുന്നില്ല ഇങ്ങനെ. ഇടയ്ക്ക് അറിയില്ല. ആയിരിക്കും. ആയിരിക്കും. അത് പാടിയപ്പോഴേ ഇടയ്ക്ക് ബ്രത്ത് പോയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അത് നല്ല ബ്രത്ത് എടുത്തിട്ട് ഒന്ന് കൃത്യമായിട്ട് പാടാൻ പറ്റുമോ? അത് വൺ ടു ത്രീ യെസ് 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 യെസ്. ഇപ്പൊ അത് കറക്റ്റ് ആയിട്ട് ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് ആയിട്ട് പാടി. വന്നു. കാരണം മത്സരം കഴിഞ്ഞല്ലോ. അതെ. ഇതില് ഈ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാ? ഹൈ പോഷൻ. അതെ. ഇപ്പൊ നേരത്തെ പാടിപ്പിച്ചത്. അതുകൊണ്ടാണ് അത്ര ഇഷ്ടത്തോടെ പാടിയത് അല്ലേ? എനിക്ക് മനസ്സിലായി കള്ള. ഇപ്പൊ സൂപ്പർ ആക്കിയിട്ടുണ്ടേ. ഉജ്ജ്വൽ കുട്ടൻ്റെ ഉജ്ജ്വലനായിട്ടൊരു പാട്ടുകാരനല്ലേ? പക്ഷെ ഇന്ന് എന്ത് പറ്റി? പക്ഷെ ഈ പറഞ്ഞ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നേരത്തെ പാടിപ്പിച്ച അതാണ് ഏറ്റവും അതിൽ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഓലക്കുട കയ്യിലെടുത്തോ വെളുത്തവാവേ, അതും പാണപ്പുഴ പനി നീർ തൂകിയ കിഴക്കിണി പടവിൽ. ഓ ഓ ഓ. അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയ രസമായിരുന്നു. അതൊക്കെ താങ്ക് യു. അത് ഇഷ്ടപ്പെട്ട് പാടിയോണ്ടാണ് കഷ്ടപ്പാടില്ലാണ്ട് പാടിയത് അല്ലേ? ആ ഏഴിമലയുടെ പിച്ച്. ഏഴിമലയുടെ പാടിയില്ലേ? എങ്ങനെയായിരുന്നത്? ഏഴിമലയുടെ ഹൈ പിച്ച് പോന്ന് ഏഴിമലയുടെ അവിടെ കുറച്ചൊന്ന് ഫ്ലാറ്റ് ആയി കേട്ടാ. അത് പക്ഷെ അടുത്ത ചരണത്തിൽ അത് ആ ഭാഗം വളരെ നന്നായിട്ട് പാടി. വലത്തുകാൽ വെച്ചകത്തുവായി അത് നല്ല കറക്റ്റ് ശ്രുതിയായിരുന്നു. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ഇഷ്ടപ്പെട്ടു. യെസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റിജൽ ബേബി, എന്തോ അടുത്ത പ്രാവശ്യം വരുമ്പോ പേടിക്കാതെ പാടണം. ഓക്കെ? പേടിക്കാതെ പാടാൻ വേണ്ടി എന്ത് വേണം? പ്രാക്ടീസ് ചെയ്യണം. ഒരു 100 പ്രാവശ്യം കേൾക്കണം, ഒരു 500 പ്രാവശ്യം കേൾക്കണം, ഒരു 1000 പ്രാവശ്യം കേട്ടാലും കുഴപ്പമില്ല. എത്ര പ്രാവശ്യം വേണോ അത്രയും പ്രാവശ്യം കേട്ട് 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 പഠിച്ചിട്ട് വരുമ്പോ എന്തുണ്ടാവില്ല? പേടി ഉണ്ടാവില്ല. അപ്പൊ എന്തുണ്ടാവും? നമുക്ക് കോൺഫിഡൻസ് വരും. അപ്പൊ നന്നായി പാടാൻ പറ്റും. ഓക്കെ? അപ്പൊ ഈ ഗ്ലൂമൊക്കെ തന്നാലെ പൊക്കോളും. ഓക്കെ ബേബി? അപ്പൊ അടുത്ത പ്രാവശ്യം 100 കേട്ടോ. ആത്മവിശ്വാസം. ഞാൻ മേടിച്ചിരിക്കും. ഗുഡ് ബോയ്. അപ്പൊ ഇതേ മോഹനത്തിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ സോങ് ഉണ്ട്, അത് പാടിത്തരട്ടെ നമ്മളൊന്നിച്ച്? കണ്ണെത്താ ദൂരെ മറുതീരം, മറുതീരത്തെ കോണിൽ സംക്രമം, തിമിലക്കൈ താളം കാവിൽ കൊണ്ടാടും നേരം, ചിറ്റാരം കാറ്റിൽ
മർമ്മരം കണ്ണെത്താ ദൂരെ മറുതീരം മറുതീരത്തെ കോണിൽ സംക്രമം തിമിലക്കൈ താളം കാവിൽ കൊണ്ടാടും നേരം ചിറ്റാരം കാറ്റിൽ മർമ്മരം തൊണ്ടൊടു മണലെടു കുഴലൊടു തുടിയെടു തകിലൊടു മണിയെടു തിരുവുടലഴകൊടു തിരുവുടലഴകൊടു പടയണിമുടിയോട് പുകിലു ചുരുക്കുമ്പോൾ ചിറ്റാരം കാറ്റിൽ മർമ്മരം. അടിപൊളി. ഒരു ഉത്സവം ദൂരേന്ന് കണ്ട പോലെ ഉണ്ട്. അതാണ് ഈ പാട്ടുകളൊക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല. വേളിക്ക് വെളുപ്പങ്കാലമായാലും ഇതായാലും ഇങ്ങനെയുള്ള കുറേ അധികം പാട്ടുകളുണ്ട് ഒരു കാലഘട്ടത്തിന്റെ. അപ്പൊ അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷാണ്, ഉള്ളിന്നുള്ള സന്തോഷാണ് അല്ലേ? അപ്പൊ ഋജുല മാർക്ക് വേണ്ടേ? എത്ര ആയിരിക്കും? ചേച്ചി 97. 97 97 ആണോ? 97 എന്നാ തോന്നുന്നു. Rujal Gooden going to be awarded 97 out of 100 today. ചോദിച്ചപ്പോൾ ഇവൻ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ടുണ്ട്. അവന് കറക്റ്റ് അറിയാം. നല്ലൊരു ജ്യോതിഷനാണ്. ഗുഡ് ബോയ്. നന്നാറി പൂവേ നാത്തൂനാരേ. ഇനി ഒരു ലിറ്റിൽ ഏഞ്ചൽ ആണ് വരാൻ പോകുന്നത്. നമ്മൾ കാണാൻ ഇങ്ങനെ കൊതിയാവും. ഇങ്ങനെ സാധാരണ ഈ വേഷത്തിലെ ലിറ്റിൽ ഏഞ്ചൽസിനെ ഒരു സ്പെഷ്യൽ സീസൺ ഒക്കെ ആവുമ്പോൾ കാണും. ഞാനൊക്കെ ഇങ്ങനെ ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് വരാൻ പോകുന്നത്. വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം നമ്മുടെ വാസുകി കുട്ടി ഓൺ സ്റ്റേജ്. ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റേജിൽ പോയാലോ? രാരവേണു ഗോപബാല രാജിത സദ്ഗുണ ജയശീല. രാരവേണു ഗോപബാല രാജിത സദ്ഗുണ അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ എൻ കണ്ണ. അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ എൻ കണ്ടോ? എപ്പോഴാന്നറിയാം ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇങ്ങനെ ഒരുക്കും. മതങ്ങൾ അറിഞ്ഞൂടെ ഇങ്ങനെ എല്ലാ ചെറുതുകളും എന്റെ അനിയനെ ഇതുപോലെ ഒരുക്കിയിട്ടുണ്ട്. എന്നെ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ആ മൈക്കും ഓടക്കുഴലും ഒരുപോലെ വെച്ചേക്കുന്നത് ഇങ്ങനെ. അതെ. ഹലോ കൃഷ്ണ. കൃഷ്ണനാണോ? കൃഷ്ണനല്ല, കൃഷ്ണൻ. കൃഷ്ണനാണോ? കൃഷ്ണനല്ല കൃഷ്ണനാണ്. കൃഷ്ണനാണോ? ആണോ? രാധ എവിടെ? ഡാൻസിനെ വരൂ. വരുവോ? അപ്പോ ഇവിടെ ഉണ്ടോ? ആണോ? അതാരാന്നറിയും? സർപ്രൈസ്. വേണ്ട സർപ്രൈസ്. പറയണ്ട. കൃഷ്ണ, എന്താ ഈ കംസൻ എന്ന് പറഞ്ഞ ആരാ? കംസൻ എന്ന് വെച്ചാൽ ഒരു ദൈവം. ദൈവമാണ്. ഒരു ദൈവം. അപ്പൊ കൃഷ്ണനും ദൈവമല്ലേ? കൃഷ്ണനും ദൈവമാണ്. ആണോ? കൃഷ്ണനും ദൈവമാണ്, കംസനും ദൈവമാണ്, എല്ലാരും ദൈവമാണ്. ആ അപ്പൊ രാധ ആരാ? രാധ കൃഷ്ണന്റെ പ്രേമുള്ള ആള്. പ്രേമമുള്ള ആളാ. ഈ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? പ്രേമം എന്ന് വെച്ചാ പറഞ്ഞു ലവർ. എന്താ? ലവർ അല്ലേ? ഓക്കെ. അതിനെന്തിനാ നാളാവുന്നേ? ആ കയ്യിലെന്താ? കുഴല്. കുഴല്. അതെന്തിനാ? അത് കൃഷ്ണന്റെ പാട്ടായതുകൊണ്ട്. കൃഷ്ണന്റെ പാട്ടായതുകൊണ്ട്. ആ നല്ലൊരു മാലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അതെ. ആ മാലയുടെ പേരെന്താ? അതിനുള്ളിലുണ്ട്. ഉള്ളില് വേറെ മാല. ഇതില് വേറൊരു വലിയ പേളിന്റെ മാലയുണ്ട്. പിന്നെ കിരീടം വെച്ചിട്ടുണ്ടല്ലോ. അത് കൃഷ്ണന് അതുണ്ടാവില്ലേ? ഉണ്ടാവോ? കൃഷ്ണന് ഓടക്കുഴലുണ്ടാവും അല്ലേ? ഇവിടെ വേറൊരു കൃഷ്ണൻ ഉണ്ട്. അപ്പൊ എവിടെ? ഓടക്കുഴൽ എടുത്തിട്ട് എവിടെ? എവിടെ? ഇതായിരിക്കുന്നതാ. കണ്ട അങ്ങോട്ട് നോക്ക്. നോക്ക്. കൃഷ്ണന്റെ വേറൊരു പേരുമാണ് ഹരി. മയിൽപ്പീലി ഇഷ്ടമാണോ? ആണോ? കൊള്ളാട്ടോ. ഇന്ന് കാണാൻ എന്തൊരു ചുന്തിരിയാ. ഇതെങ്ങനെ ചുന്തിരിയാണോ ശരിക്ക്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ പറ്റി പറയാറുണ്ട്. അപ്പൊ അച്ഛനും അമ്മ എന്ത് പറയും? അത് പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല ഇതൊരു സുന്ദരിയാണെന്ന്? ഇല്ല. അതെന്താ അച്ഛനും ഇത്ര നാളായിട്ടും പറയാത്തത്? മോശമായി പോയല്ലോ. ഇത്ര നാളല്ല,
പിന്നെ ഇന്ന് പറഞ്ഞു അയ്യോ, ഇന്ന് പറഞ്ഞില്ല. ഇന്ന് പറഞ്ഞില്ല. ഇന്നലെ അങ്ങനെ. മിനിഞ്ഞാന്നൊക്കെ മിടിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ എന്ത് കാര്യത്തിന് മിടിക്കുകയാണെന്ന് പറഞ്ഞു? അത് പറഞ്ഞേ കേട്ടാ പറയോ? ആ പഠിക്കുന്നതിനാണോ, പാട്ട് പാടുന്നതിനാണോ, ഡാൻസ് ചെയ്യുന്നതിനാണോ, കൃഷ്ണനായിട്ട് വരുന്നതിനാണോ? എന്തിനാണ് മിടിക്കുന്ന പറഞ്ഞത്? കൃഷ്ണനായി വന്നതിന് എന്തിനാ മിടിക്കാന്ന് പറയണത്? എന്തിനാ പറയുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ ആവശ്യമില്ല. ഇന്ന് ഇച്ചിരി സ്ട്രിക്റ്റ് ആട്ടോ. ഞാൻ പേടിച്ചു പോയി കേട്ടോ. അപ്പൊ ഏതാണ് പാട്ട്? മിഴിയഴക് നിറയും രാധ. വാവ്. രാധ. ആ, രാധ ഇപ്പൊ വരുമോ? ആ നമുക്ക് വിളിക്കണ്ടേ? പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയാ ആരായിരുന്നു ഡാൻസർ. ആണല്ലേ? പാട്ട് കഴിഞ്ഞിട്ട് ആരാ ഡാൻസർ എന്ന് പറയും. പറയും. ഓക്കേ. ഇവിടെ ഇതിനകത്ത് ടോപ്പ് സിംഗറിലുള്ള ഒരു കുട്ടി തന്നെയാ. ഓ, അത് ശരി. അപ്പൊ നമുക്ക് പാട്ട് കഴിഞ്ഞിട്ട് നോക്കാം അല്ലേ? അതെ. ഞങ്ങളിങ്ങനെ പാട്ട് കേൾക്കാം. കാത്തിരിക്കുകയാണ് അത് Wait ആരാണെന്ന് ചെയ്യുവാ. അറിയാൻ. അതെ. ആ, അപ്പൊ all the best. ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ്. ഡീറ്റെയിൽസ് ഉണ്ടോ? ഡീറ്റെയിൽസ് അറിയോ? ആൽബം ആൽബം ആണ്. അമ്പിളിക്കണ്ണൻ. അമ്പിളിക്കണ്ണൻ. ആ, ലിറിക്സ് ലിറിക്സ് സിജു. സിജു തുറവൂർ. യെസ്. മ്യൂസിക് ശ്രീഹരി. പിന്നെ സിജു തുറവൂർന്ന് എഴുതിയിട്ടുണ്ട്. ശ്യാമ. ഓക്കെ. പാടിയത് പാടിയത് ശ്യാമ. പാടിയത്. യെസ്. നമുക്ക് പാടിയാലോ? തുടങ്ങാം. All the best. താങ്ക് യു. കൃഷ്ണനും രാധയും തകർക്കണേ. ആ ആ, നോക്കുവാ രാധേനെ ഇങ്ങനെ. മിഴിയഴകു നിറയും
മനസ്സിലായി മനസ്സിലായേ യാമിക്കുട്ടിയല്ലേ? ആ യാമിക്കുട്ടി. രാധകുട്ടി, യാമിക്കുട്ടി. യാമിക്കുട്ടി. യാമിക്കുട്ടി ലിറ്റിൽ ഏഞ്ചലും. ഓ യാമിക്കുട്ടി യാമിക്കുട്ടി ലിറ്റിൽ ലിറ്റിൽ ഏഞ്ചൽ. ഏഞ്ചലും. അതെ 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 അതെ. യാമിക്കുട്ടി അവിടെ എന്തൊക്കെ ചെയ്തു? തൈര് കടഞ്ഞു, പിന്നെന്തൊക്കെ ചെയ്തു? അല്ല വെണ്ണ കടഞ്ഞു. വെണ്ണയാണ് കടഞ്ഞേ. ഓ, അത് ശരി. വെച്ചിട്ടല്ലേ വെണ്ണ ഉണ്ടാക്കുക. ആ അതാ ആണോ? ചോദിച്ചാ തൈര് കടഞ്ഞിട്ടല്ലേ വെണ്ണ ഉണ്ടാക്കണേ. ആലോചിക്കുക പ്രോസസ്സിംഗ്. യാമി. ലോഡിങ് പിന്നെ ലോഡിങ്. ഇടയ്ക്ക് വെള്ളം കോരുന്നുണ്ടായിരുന്നല്ലോ. അതെ അതിങ്ങനെ കൊടം ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. വെള്ളം കുടം നനയാൻ വേണ്ടിയിട്ട് കുടം മൈക്കിൽ നേരിട്ട് ഇങ്ങനെ നേരെ ഇപ്പൊ ഇങ്ങനെ പോവുക. എന്താ കുടം നിറയാൻ കൊടം നനയാൻ വേണ്ടിയിട്ട്. വേണ്ടിട്ട്. ആ. ഓക്കെ. കൃഷ്ണന്റെ അടുത്ത് പിണങ്ങിയ വെള്ളത്തിലെടുത്തിട്ട് ഇങ്ങനെ പോവുക. അതെന്റെ അടുത്ത് പിണങ്ങിയതാ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ പിന്നാലെ നടന്നു. അങ്ങനെയാണ് കഥ. അതാണ് രാധ എന്നോട് ഇങ്ങനെ മിണ്ടി രാധക്ക് ഇഷ്ടപ്പെട്ടോ കൃഷ്ണനെ? പെട്ടു. പെട്ടു. ഓക്കേ. ഇഷ്ടപ്പെട്ടു. രാധ ഡാൻസ് ചെയ്യുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ട് ഡാൻസ് ചെയ്യണേ അല്ലേ? അമ്മ എവിടെ അമ്മ? അമ്മ കാണിച്ചു കൊടുക്കണം. കണ്ടക്ട് ചെയ്യാം. അതെ. അതെ അതെന്തിനായിരുന്നു ആ മുല്ലപ്പൂ? ഇത് കണ്ട് ഇതെല്ലാം തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാ. അവള് പ്രാക്ടീസ് ചെയ്യുമ്പോ എപ്പോഴും എന്റെ ബാക്കിലൊക്കെ ഇരിക്കുക. അപ്പൊ അവളുടെ അമ്മ പറഞ്ഞു എപ്പോഴും ഞാൻ എന്റെ ഫ്രണ്ടിൽ ഈ സൈഡിൽ ഇരിക്കണമെന്ന്. അപ്പൊ അത് അറിയാൻ വേണ്ടിട്ട് അവിടെ വെച്ചതാ. അറിയാൻ വേണ്ടി വെച്ചാണല്ലേ? വെച്ചാണല്ലേ ഒരു മാർക്ക് വെച്ചത് അവിടെ. അതെ എനിക്ക് അവസാനത്തെ ആ സ്റ്റെപ്പും ഇഷ്ടപ്പെട്ടു. രാധകുട്ടി ആദ്യം റോസാപ്പൂ ഒക്കെ പറക്കി രാധകുട്ടി ഭയങ്കര തിരിച്ചിടുന്നത്. ബിസിയാണ് അവിടെ. പ്രോപ്പർട്ടീസ് ഒക്കെ തിരിച്ചെടുത്ത് എടുത്ത് വെക്കാം. വെക്കുകയാണ്. വീട്ടിൽ കൊണ്ടുവരുന്നതാണ്. സിസ്റ്റമാറ്റിക് ആണ്. അതെ അതെ, അതെ അടുക്കും ചിട്ടയുള്ള കുട്ടിയാണ് മാർക്ക് ചെയ്യാൻ വെച്ച മുല്ലപ്പൂ എടുത്തു ഓ വെച്ചു. അതെടുത്ത് ഓ അത് ചുരുട്ടി കേറ്റി. അത് നമുക്ക് കൈ പിടിക്കാൻ കൊണ്ടുവാ, അല്ലെ അത് ചുളുങ്ങി പോവും. എന്റെ അമ്മയ്ക്ക് കൊടുക്കും. അമ്മയ്ക്ക് കൊടുക്കാം. ഒരു വിശേഷമുണ്ട്. എന്താ എന്താണ് വിശേഷം? ഇടിമുഴിക്കലുണ്ട് എന്നെ ദീപം തെളിയിക്കാൻ വിളിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ചെറിയ വിളക്കായിരിക്കും. വലിയ അവിടെ വിളക്കായിരുന്നോ? ചെന്നപ്പോ വലിയ വിളക്ക്, മതങ്ങൾ അത്രയുള്ള വിളക്ക്. എന്റെ അമ്മേ. അയ്യോ എന്നിട്ട് ആൾക്കാരുടെ അടുത്ത് പൊക്കിയിട്ടാണ് ദീപം തെളിച്ചേ. ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന വേറെ ഇവിടുത്തെ ഉണ്ണിയങ്ങളല്ല, വേറൊരു അവിടുത്തെ ഒരു ഉണ്ണിയങ്ങളുണ്ടായിരുന്നു. ആ ഉണ്ണിയങ്ങൾ എന്നെ സഹായിച്ച് ആർക്കും കാര്യം കൂടി ഉണ്ട്. ഞാനുണ്ടല്ല മധുവങ്ങളുടെ പർപ്പിൾ ബാൻഡ് കാണാന് തൃശ്ശൂര് വന്നായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഉറങ്ങിപ്പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ആ കഴിഞ്ഞ് എന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. അവിടേക്ക് പോയപ്പോ 2 ബ്ലാക്ക് ക്യാറ്റ്സ് എന്നെ തടഞ്ഞു വെച്ചു. മധുവങ്ങളെ ഉറക്കെ വിളിച്ചാ പോരായിരുന്നോ? മധുങ്ങളെ സ്വന്തം ആളാന്ന് പറയണ്ടായിരുന്നോ? 2 ബ്ലാക്ക് ക്യാറ്റ്സ് കൂടി അതെ കൃഷ്ണ റിഹേഴ്സൽ എങ്ങനെ ഉണ്ടായിരുന്നു? യാമിക്കുട്ടിയുടെ റിഹേഴ്സൽ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രാക്ടീസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാന് പ്രാക്ടീസ് ചെയ്യുമ്പോ ഇവള് വേറൊരു ഷാൾ ഇവിടെയൊക്കെ കെട്ടി വെച്ചിട്ട് എങ്ങനെയൊക്കെ കെട്ടി വെച്ച്. അപ്പൊ ഫസ്റ്റ് ഞാൻ ആ സമയത്ത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇത് ശരിക്കും രാധേനെ പോലെ തന്നെ ഉണ്ട്, യാമീനെ പോലെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അത്ര ഇഷ്ടപ്പെട്ടു. യാമിക്ക് ഇഷ്ടപ്പെട്ടോ കൃഷ്ണനെ? ഞാൻ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോ ഡ്രസ് ഒന്നും ഇട്ടില്ല, ആകെ ഓടക്കുയില് മാത്രമേ എടുത്തുള്ളൂ. അവസാനം ഇങ്ങനെ കൃഷ്ണനെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടല്ലോ. അതെ അതില്ല, അത് കുറച്ച് കഴിഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് വന്ന് കെട്ടിപ്പിടിച്ചതാ. ഒന്നുകൂടെ കെട്ടിപ്പിടിക്കാമോ? യാമി എങ്ങനെയാണ് കൃഷ്ണനെ ഇത് കെട്ടിപ്പിടിച്ചത്? താഴെ വെക്കാം നമുക്ക്. ഈ കുടം സമ്മതിക്കില്ല അത്. അവളുടെ കയ്യിൽ തന്നെ എന്നിട്ട് കെട്ടിപ്പിടിച്ചോ, താഴെ വെച്ചിട്ട് പോകുമ്പോൾ എടുക്കാൻ മറന്നു. ഞങ്ങൾ ഓർമ്മിപ്പിക്കാം. ഞങ്ങൾ 4 പേര് അവിടെ വെച്ചോ, ഞങ്ങൾ ഓർമ്മിപ്പിക്കാം. കാര്യം പറയട്ടെ, കൊണ്ടുവന്നത് കാരണം ഇവൾക്ക് മിഠായി മഴ വരുമ്പോ മിഠായി ഇതിനകത്തേക്ക് വെൽ പ്ലാൻഡാ. ഒന്ന് വിളിക്കട്ടെ? അല്ല ഒന്ന് കെട്ടിപ്പിടി. വിളിച്ചോ ഒന്ന് ഇപ്പൊ ഞാൻ വിളിക്കുവേ. അല്ല ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് വിളിക്കോ. ഒരട്ടങ്ങനെ ഒരു ലിറ്റിൽ ഏഞ്ചൽ മധുരമഴ. മുല്ലപ്പൂ വേഗം അമ്മയ്ക്ക് കൊടുക്കാൻ. ആ മുല്ലപ്പൂ അമ്മയ്ക്ക്. ടാറ്റാ ചേച്ചി. കൃഷ്ണ രാധേച്ചി. ബൈ രാധേച്ചി.
ആര്യ ചേച്ചി, ഓയ് ആ സെലിബ്രേഷൻ ആ മുഖത്ത് ഞാനൊരു സന്തോഷം കാണുന്നു. വല്ലാത്തൊരു സന്തോഷം. അത് മാത്രല്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആര്യ ചേച്ചിനെ ഒരു എന്തെന്നില്ലാത്തൊരു തുത്തളാങ്കം നമുക്ക് അപ്പോഴേ നമ്മൾ മനസ്സ് വിചാരിച്ചു സെലിബ്രേഷൻ തുത്തളാങ്കം. അത് തുത്തളാങ്കം ആര്യ ചേച്ചിക്ക് വരും. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കണം ഇത് സെലിബ്രേഷൻ റൗണ്ട് അത് ആണ്. മാത്രമല്ല, സെലിബ്രേഷൻ റൗണ്ടിൽ മാത്രമേ ഞാൻ ജനിച്ചതിന് ശേഷമുള്ള പാട്ടുകൾ വരുന്നുള്ളൂ. അതിന്റെയും കൂടെ ഒരു തുത്തളാങ്കം കാണുന്നുണ്ട്. അതെ. അപ്പൊ സെലിബ്രേഷൻ റൗണ്ടിൽ നല്ലോണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ജഗത് കുട്ടനാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. stylish today, baby. Yeah, charming. Very charming. എടാ നല്ല രസമുണ്ടടാ. ഇന്ന് കറുത്ത പൂച്ചയാ. അതെ, നന്നായിട്ടുണ്ട്, സ്റ്റൈലായിട്ടുണ്ട്. ഞാൻ ഈ അമ്പലക്കര തെച്ചിക്കാവില് പൂരം പാട്ടുപാടാം. അല്ലേ ക്യാരക്ടറാണ് അവൻ. ജഗത് കിഷോർ ചന്ദ്രശേഖര. ഈ വിളി കേട്ടിട്ട് കൊറേ ദിവസമായി. ഇഷ്ടമാണോ കഷ്ടമാണോ? ഇഷ്ടം. ഇന്ന് എന്റെ വലിയച്ഛനും വല്യമ്മയും വന്നിട്ടുണ്ട്. ഹലോ ഹലോ വലിയച്ഛൻ വലിയമ്മ നമസ്കാരം. പിന്നെ എന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടാണ്. ഈ ഡ്രസ്സും പിന്നെ കൊറേ പാട്ടിലെ ഡ്രസ്സെല്ലാം വാങ്ങി തന്നത് അവരാണ്. കൊള്ളാലോ, നല്ല അടിപൊളി ഡ്രസ്സാട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യണത്. അതെ, ഇന്നത്തെ ഡ്രസ്സും കലക്കിയിട്ടുണ്ട്. നല്ല എന്താ ഓവർ ഷർട്ട് അല്ലേ മോളില്? അതെ അതെ അതെ. ആ കൊള്ളാം. അപ്പൊ നമുക്ക് എന്നാ ഡീറ്റെയിൽസ് ഒന്ന് കേട്ട് കളയാം. സിനിമ ബ്ലാക്ക്, വർഷം 2004, ലിറിക്സ് രഞ്ജിത്ത് സാർ, മ്യൂസിക് അലക്സ് പോൾ സാർ, പാടിയത് MG അങ്കിൾ. പാട്ട് കേൾക്കാം നമുക്ക്. നമുക്കെന്നാ പാട്ട് കേൾക്കാം. All the best. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അമ്പലക്കര തെച്ചിക്കാവില് പൂരം, 59 കൊമ്പന്മാരുടെ പൂരം. പൂരം 59 കൊമ്പന്മാരുടെ പൂരം, അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. പാണ്ടിനയടി മേളം, പട്ടയിളക്കത്തിനോളം. പാണ്ടിനയടി മേളം, പട്ടയിളക്കത്തിനോളം. അമ്പലക്കര തെച്ചിക്കാവില് പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. ധനധിന തിന്നാന, ധനധിന തന്നാന, ധനധിനദാ, 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 ധനധിനദാ. കാണിക്കുന്നിറങ്ങി കൈതത്തോടും താണ്ടി പെണ്ണെ ഞാൻ കൊണ്ടുപോകാം നിന്നെ.
കൊമ്പന്മാരുടെ പൂരം. കയ്യിൽ കുപ്പിവള, കണ്ണിൽ കരിമഷിയും, രാപ്പെണ്ണിന് മുക്കുത്തിച്ചേല, ചിലമ്പിൻ മണികിലുക്കി, കൽക്കള താളം കൊട്ടി, പൂരത്തിന് പോണു പൂഞ്ചോല. കല്ലുമാല ചാർത്തി, ചാന്ത് പൊട്ട് കുത്തി, കോടിച്ചേല ചുറ്റി, കാത്തു നിക്കണ നീളി, ഒന്നില്ല നിൻ മരുന്ന് കൊതുമ്പു വെള്ളം, ഈ വിളക്കൂതാൻ കാത്തു നിക്കണ താന്തോ നിക്കട്ടെ. അമ്പലക്കര തെച്ചിക്കാവില് പൂരം, അവിടമ്പത്തൊമ്പത് കൊമ്പന്മാരുടെ പൂരം. പാണ്ടി നെയ്യണ്ടി മേളം, പട്ടയിളക്കത്തിനോളം. പാണ്ടി നെയ്യണ്ടി മേളം, പട്ടയിളക്കത്തിനോളം. പൂരം കാണാൻ നീയും പോരടി പെണ്ണേ. അമ്പലക്കര തെച്ചിക്കാവില് പൂരം, അവിടമ്പത്തൊമ്പത് കൊമ്പന്മാരുടെ പൂരം. കലക്കി അടിപൊളി. എന്തോ ഞെട്ടിപ്പോയിട്ടാ. താങ്ക് യു സാർ. അമ്പലക്കര തെച്ചിക്കാവില് പൂരം. അത് കൊള്ളായിരുന്നു. ആ, പിന്നെ എം ജി അണ്ണൻ മേളിലോട്ടൊക്കെ പാടുമ്പോഴേ എം ജി അണ്ണൻ ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് എം ജി അണ്ണന്റെ ബ്യൂട്ടിഫുൾ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അതുപോലെ എനിക്ക് തോന്നി ജഗത്ത് പാടിയപ്പോ. എനിക്ക് ഫീൽ ചെയ്തു. ഇല്ലേ? അതെ 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 അതെ. ആ ഒരു സ്റ്റൈല്. ആ ഒരു സ്റ്റൈലുണ്ട്. അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അന്ന് പാടാൻ പറ്റുമോ? പാണ്ടി നീയണി മേളം, പാണ്ടി നെയ്യണ്ടി മേളം, പടയിളക്കത്തിനോളം. പൂരം കാണാൻ നീയും പോരടി പെണ്ണേ. അത് തന്നെ. അവിടെയാണ് എം ജി അണ്ണൻ വന്ന ബോഡി ലാംഗ്വേജിലും പാടിയ രീതിക്കും ഒക്കെ അതുണ്ട്. എം ജി അണ്ണനെ ആവാഹിച്ചെടുത്ത് അവിടെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വരി എന്തെന്നറിയാ, പൂരത്തിന് പോണു പൂഞ്ചോല എന്ന് പാടി. അതെ അതെ അതെ. സൂപ്പർ ആയിരുന്നേ. താങ്ക് യു സാർ. ഒന്ന് ആ പൂഞ്ചോല ഒന്ന് പാടിക്കേൾപ്പിക്കും. ചിലമ്പിൻ മണിക്കിലുക്കി, കൽത്തള താളം കൊട്ടി, പൂരത്തിന് പോണു പൂഞ്ചോല. അവിടുന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു മ്യൂസിക്കാലിറ്റി കൊണ്ടുവന്നു നീ കേട്ടോ. താങ്ക് യു സാർ. അത്രയും നേരം ഉണ്ടായിരുന്ന ആള് പെട്ടെന്ന് ബൂസൊക്കെ മാറി ഒരു നല്ല മെലഡി ഇപ്പൊ പാടിത്തരാമേ എന്ന് പറഞ്ഞിട്ട് അതെ അതെ. അതും കറക്റ്റ് അളവില് വന്നത്. കൃത്യ അളവില്. താങ്ക് യു സാർ. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. ഏറ്റവും അവസാനം പാടിയത് എന്തായിരുന്നു? അതിന്റെ വരി എനിക്കറിയില്ല. അല്ലേ? ജഗത്തിന് അത് പാടാതെ രക്ഷപ്പെടാമായിരുന്നു. സത്യം നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് പാടിപ്പിച്ചാൽ മതിയായിരുന്നു. അതെ അതെ. അവസാനം കൊണ്ട് കലം ഉടക്കണ്ടായിരുന്നു. അത് എന്തായിരുന്നു ആ ലിറിക്സ് എന്തായിരുന്നു? അതാണ് അവിടെ എന്താ നാച്ചോരെ ഗാവോരെയാണോ? അവിടെ ആ ഗായിന് എന്തോ ഒരു പ്രശ്നം പറ്റി. അതെ. അത് സ്ക്രാച്ചോരെയായി പോയി. കോറസ് ആയതുകൊണ്ട് വെറുതെ വിട്ടൂടെ. അല്ല, അത് ജഗത്കുട്ടൻ പാടിയ സ്ഥിതിക്ക് പറയേണ്ടി വന്നതാ. നല്ല സെലിബ്രേറ്റീവ് മൂഡിൽ പോയിട്ട് അവസാനം ഭയങ്കര സ്ട്രെയിൻ ആയ പോലെ തോന്നിയേ വോയിസ്. അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് സ്കെയിൽ ഡൗൺ ചെയ്തിരുന്നെങ്കിൽ ആ പോർഷൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയി പാടായിരുന്നു തോന്നി. വേറെ ഒന്നുമില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ബേബി. താങ്ക് യു. മിസ്റ്റർ ജഗത് കിഷോർ. ഇത് കുട്ടിക്കാലത്തെല്ലാം വളരെ ശരിയല്ല മോനെ, ശരിയല്ല. ഒരു പെറ്റായി വന്നോക്കള് ഇങ്ങനെ ഇത്ര പ്രായത്തിലൊക്കെ വെള്ളടിക്കാന്ന് പറഞ്ഞാണ്ടല്ലോ, അതും വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തൊരു അനുഭവം. എന്തൊരു ഒറിജിനാലിറ്റി. ഒരു കാര്യം കൂടി നമ്മുടെ ടെലികാസ്റ്റിൽ ഒരു കാര്യം കൂടി എഴുതി കാണിക്കേണ്ട കാര്യമുണ്ട് കേട്ടാ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഈ കമന്റ് പറയുമ്പോ കമന്റ് പറയുമ്പോ മാത്രല്ല, അവൻ പാടിപ്പോഴും അവൻ നല്ല കിക്കായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കള്ളിന്റെ നാറ്റം അടുത്തിരിക്കും.
മധുബാലകൃഷ്ണൻ ടോപ്പ് ഫ്ലോറിന്റെ ജഡ്ജിങ് പാനലിൽ വന്നിരുന്നു എന്ന് പ്രശ്നം ഉണ്ടാവും. എനിക്കതറിയാം. ആന്റിനെ വിളിക്കുക. ഞാൻ അതെല്ലാം പ്രതീക്ഷിച്ചോണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ആ ഓക്കെ. അപ്പൊ ചതുക്കൂട്ടാ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ. എന്നാലും മോശമായി പോയി. കുട്ടിക്കാലത്ത് പിന്നെ വെള്ളം അടിക്കാൻ പാടില്ലായിരുന്നു. രണ്ടെണ്ണം അടിച്ച പോലെ പാടിയ കറക്റ്റ് ആയിരുന്നു. തുടക്കമൊക്കെ കറക്റ്റ് ആയിരുന്നു. നന്നായിരുന്നു. ആ ഒറിജിനാലിറ്റി അങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട് പാടിയപ്പോ. എനിക്ക് ആ അവസാനത്തെ ക്രാക്ക് വന്നത് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. ഞങ്ങൾ എണീക്കാൻ റെഡി ആയിട്ട് നിൽക്കായിരുന്നു. എണീറ്റ് കൈ എല്ലാരും ഇങ്ങനെ ബ്ലാങ്ക് പേപ്പർ ആണ്, ബ്ലാങ്ക് പേപ്പർ. അതെ, അവസാനത്തെ ക്രാക്ക് എന്ന് മാത്രം എഴുതി വെച്ചിരുന്നു. ഓൾറെഡി അര നോട്ട് കുറച്ചാണ് ഇപ്പൊ പാടിയത് അല്ലേ. ഒന്നുകൂടി കംഫർട്ടബിൾ ആണെങ്കിൽ കുറച്ചും കൂടി താഴ്ത്തി പാടിയിരുന്നെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ശ്രുതി. പക്ഷെ ആ പാട്ടിൻ്റെ ഒരു പഞ്ച് നഷ്ടപ്പെടും ചിലപ്പോൾ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചില പാട്ടുകളൊക്കെ നമ്മൾ ഇങ്ങനെ അങ്ങനെ കേട്ട് വരുമ്പോൾ ശ്രുതി കുറച്ച് കഴിയുമ്പോൾ ഒരു ഇടിച്ചിൽ വരും. പക്ഷെ വളരെ ഇഷ്ടപ്പെട്ടു. ആ പല്ലവി, അനുപല്ലവി, ചരണം ഒക്കെ സൂപ്പറായിട്ട് പാടി. ലാസ്റ്റ് പല്ലവി ഒക്കെ കറക്റ്റായിട്ട് നന്നായിട്ട് പാടി വന്നതാ. ആ തെന്നും കുപ്പിവള കണ്ണിൽ കരിമഷിയൊന്നും പാടിയില്ലേ, അത് പെട്ടെന്ന് കരിമഷിയൊന്നും പെട്ടെന്ന് തീർത്തില്ലേ. എനിക്ക് രസം, അത് ഒരു പ്രത്യേകതയായിട്ട് തോന്നി. എങ്ങനെയത്? കയ്യിൽ കുപ്പിവള കണ്ണിൽ കരിമഷിയും. ആ അതന്നെ, കരിമഷിയും പെട്ടെന്ന്. അതൊക്കെ എനിക്ക് വളരെ ക്യൂട്ടായിട്ട് തോന്നി കേട്ടാ. അപ്പൊ എന്തായാലും ഇനി ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്ക് എണീറ്റ് കിടന്നൊക്കെ വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നീ അവസാനം കൊണ്ടൊക്കെ കാലോടച്ചില്ലടാ. ചേച്ചി തടഞ്ഞു നിർത്തേനെ. എനിക്ക് കള്ളുടിച്ച അതുകൊണ്ട് ഇന്നിപ്പോ കിട്ടണ മാർക്ക് ഇത്ര കുറവാണ്. ഒന്നും വിചാരിക്കരുത് കേട്ടാ. 99.5 ഔട്ട് ഓഫ് 100. മാർക്കില് മധുക്കളായി. ഓക്കെ, ബൈ. ആര് ചേച്ചി? മീനൂട്ട എന്റെ അടുത്ത് പല്ല് തേക്കാറല്ലേ പറയാൻ പോകുന്നത്? ബ്രഷ് ബിഫോർ ബെഡ്. യെസ്, ഗുഡ് ഗേൾ. നമ്മുടെ ജഗത് കുട്ടനാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ. സോ വെൽക്കം ആരി ചേച്ചി. ഗിഫ്റ്റ് അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം, 59 കൊമ്പന്മാരുടെ പൂരം. നീ ജഗത്തിന് മുഴുവൻ പല്ല് തേപ്പിക്കുന്നവരായി മാറണം. അതിനാണ് നിനക്ക് വില്ലി വൈറ്റിന്റെ പല്ല് തേക്കാൻ. കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ ജഗത് കുട്ടന് വില്ലി വൈറ്റിന് ഒരു ഗിഫ്റ്റ് ഹാമ്പർ. പെർഫോമർ ഓഫ് ദി ഡേ. ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഒത്തിരി വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അതിനെ കഴിഞ്ഞു ഒക്കെ മേലെ നല്ല നല്ല കുറെ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടു. ഇനിയും നമ്മൾ അടുത്ത ദിവസം വീണ്ടും ഒത്തിരി നല്ല പാട്ടുകളുമായിട്ട് കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.